ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ദൈവവചനം ഇരുതല വാൾ ഹെബ്രായ 4:12, എഫെസോസ് 6:17 എന്നീ വചനങ്ങളിലൂടെ നമ്മൾ ഇന്ന് എപ്പിസോഡ് 3, മൂന്നാം എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് വായിക്കുന്നത് ദൈവവചനം വിശുദ്ധ യോഹന്നാൻ ലഭിച്ച വെളിപാട് അധ്യായം 1, 4 മുതൽ 10 വരെ. എല്ലാവരും വളരെ ഭക്തിയോടും പ്രത്യാശയാണ് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്നത്. ഇത് ഭയമല്ല, പ്രത്യാശ. ദൈവപിതാവിൻ്റെ വിജയവും യേശു ക്രിസ്തുവിൻ്റെ മഹത്വവുമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ രാജ്യത്വവും പുരോഹിതത്വമാണ് ഇവിടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വായിക്കാം. അഭിവാദനം. യോഹന്നാൻ ഏഷ്യയിലുള്ള 7 സഭകൾക്ക് എഴുതുന്നത്. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായ നിന്നും അവന്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതനുമാക്കുകയും ചെയ്തവരെ മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. മനുഷ്യപുത്രന്റെ ദർശനം നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശു ക്രിസ്തുവിന് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പാത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ. അപ്പൊ 10 വരെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പിന്നീട് 7 സഭകൾക്കുള്ള സന്ദേശം, 7 സഭകൾക്കുള്ള കത്താണ് പിന്നെ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ വായിച്ചു വരുമ്പോൾ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും പിതാവായ ദൈവമാണ്. ഈ പ്രപഞ്ച സൃഷ്ടാവ് എല്ലാത്തിൻ്റെയും പരമ അധികാരി പിതാവാണെന്ന് വീണ്ടും വീണ്ടും ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് നമുക്ക് കാണാം, നമ്മൾ യേശു ക്രിസ്തുവിനാണ് പിന്നെ മഹത്വം നൽകുന്നത്. വിശ്വസ്ത സാക്ഷി എന്ന് പറയുമ്പോൾ മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കാൻ ശരീരത്തിൽ പീഡയേറ്റ് മരിച്ച് 3-ാം ദിവസം ഉത്ഥാനം ചെയ്ത ദൈവപിതാവിൻ്റെ വിശ്വസ്ത സാക്ഷി അരുമസുതൻ യേശു ക്രിസ്തു എന്ന് നമ്മളിവിടെ പിന്നീട് കാണുകയാണ്. എപ്പോഴും ആദ്യം പരിശുദ്ധ ത്രിത്വത്തെ വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധ ത്രിത്വത്തെയാണ് ആദ്യം വെളിപ്പെടുത്തുന്നത്. വീണ്ടും അവിടെ പറയുന്നുണ്ട് അധിപതി, എല്ലാറ്റിൻ്റെയും അധിപതിയായ യേശു ക്രിസ്തു. അതുപോലെ 2-ാം വരിയിൽ പറയാണ് സപ്താത്മാക്കൾ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എപ്പോഴും പരിശുദ്ധ ത്രിത്വം ഒരു ദൈവം പറഞ്ഞുകൊണ്ടാണ് എല്ലാം ആരംഭിക്കുന്നത്. ഇവിടെ ശ്ലീഹ തൻ്റെ ദർശനം പറയുമ്പോൾ ദർശനം ആരംഭിക്കുന്നു. ഇവിടെ ഏഷ്യ മൈനറിലെ ഏതാനും സാമ്രാജ്യങ്ങൾ അല്ലെങ്കിൽ ദേശങ്ങൾ മാത്രമാണ് ഈ കത്തുകൾ എഴുതി കൊടുക്കാൻ സെലക്ട് ചെയ്യുന്നത്. ത്രിത്വൈക ദൈവത്തിന് മഹത്വവും ക്രിസ്തുവാണ് പരമാധികാരി എന്ന് വെളിപ്പെടുത്തിയതിന് ശേഷം കർത്തൃദിനത്തിൽ ആത്മീയ അനുഭൂതിയിൽ ഞാൻ ലയിച്ചിരിക്കെ. പ്രിയപ്പെട്ടവരെ, കർത്തൃദിനം അപ്പസ്തോലിക അവരുടെ അപ്പസ്തോലന്മാരുടെ പന്തക്കുസ്ത, അതിനുശേഷം കർത്തൃദിനം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ദിവസം ഞായറാഴ്ച. അത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ദൈവ ആരാധനയ്ക്കുള്ള ദിവസമാണ്. നമുക്ക് ഈ സമയം ഒന്ന് ആത്മശോധന ചെയ്യാം. ഈ കാലഘട്ടത്തിൽ അന്നത് പറഞ്ഞു വെച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഞാൻ
എൻ്റെ കുടുംബം, എൻ്റെ ഇടവക, എൻ്റെ ആശ്രമം ഞായറാഴ്ച എങ്ങനെ ആചരിക്കുന്നു? ഞാനിന്ന് ജോലിക്ക് പോകുന്നുണ്ടോ? ഞാനിന്ന് കുടുംബസമേതം സിനിമയ്ക്ക് പോകുന്നുണ്ടോ? മറ്റു പല ടൂർ അടിക്കാൻ പോകുന്നുണ്ടോ? ഞാൻ ദൈവ ആരാധനയിലും വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലും ചെലവഴിക്കേണ്ട ഒരു ദിവസമാണ് കർത്തൃദിനം. ഇത് ഞായറാഴ്ച നമ്മൾ സാബത്ത് പോലെ വളരെ കർത്താവിൻ്റെ ദിവസത്തിനായിട്ട് ആചരിക്കണമെന്ന് വീണ്ടും വീണ്ടും ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വചനം ഇവിടെ പറയുന്നത്. ഇനി പീഡനങ്ങൾ ഏൽക്കുന്ന ഒരു സഭയുടെ കാലഘട്ടം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ സിസ്റ്റർ പറഞ്ഞു, ഡൊമീഷ്യൻ ചക്രവർത്തിയിൽ ഞാനാണ് സ്വയം പറയുകയാണ് ഞാൻ കർത്താവും ദൈവവുമാണെന്ന്. അങ്ങനെ പറയാത്തവരെയെല്ലാം പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് നടക്കുന്നത് തന്നെ മതമർദ്ദന ഒരു കാലഘട്ടത്തിലെ ആണ് ഈ പ്രാദേശിക 7 സഭകൾക്ക് എഴുതുന്നത്. ഇവിടെ ഈ സഭകൾക്ക് എഴുതുന്നത് എന്ന് പറയുമ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ക്രിസ്ത്യാനിയുടെ പദവി, ഒരു ക്രിസ്ത്യാനിയുടെ പദവിയാണ് അടുത്ത വചനത്തിൽ പറയുന്നത്. കാരണം ഒരു ക്രിസ്ത്യാനിയെ സ്വന്തം രക്തം കൊടുത്ത് നേടിയെടുത്ത സഭയിലെ അംഗമാണ് ഒരു ക്രിസ്ത്യാനി മകൻ അല്ലെങ്കിൽ മകൾ. അപ്പൊ അതുകൊണ്ട് അവൾ ക്രിസ്തുവാകുന്ന രാജാവിൻ്റെ രാജ്യത്വവും മഹാപുരോഹിതനായ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലും പങ്കുചേരുന്നു. ആ രാജ്യത്വം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ട ഒരു ഭാഗമാണ് ഒരു ക്രിസ്ത്യാനി എന്നാൽ എന്ത് എന്നുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 7-ാം വചനം തൊട്ട് 7-ാം വചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ 2ാം വരവ്, സർവശക്തനായ ദൈവം ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ആ വരവ്. എല്ലാവർക്കും കാണത്തക്ക രീതിയിലാണ് യേശു ക്രിസ്തു വരുന്നത്. ഇറ്റേണിറ്റി, നിത്യത്വം. അതാണ് അടുത്ത വചനങ്ങളിലൂടെ നമ്മൾ കാണുമ്പോൾ ലോകം മുഴുവനും കാണത്തക്ക വിധത്തിൽ. നിങ്ങൾ കുരിശിലേറ്റി എന്ന് പറയുമ്പോൾ ബലഹീനനായി മരിച്ചു എന്നല്ല, സർവശക്തനായിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ അതേ യേശു 2ാം വരവിലെ എല്ലാവരും കാണത്തക്ക രീതിയിലാണ് മഹത്വത്തോടെ എഴുന്നള്ളത്. അപ്പോൾ എന്താണ് അപ്പോഴത്തെ പ്രത്യേകത? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അന്ന് ദൈവത്തെ കുത്തിമുറിവേൽപ്പിച്ചവർ അവിടുത്തെ നോക്കി നിന്നവർ പ്രകാശിതരായി, അവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. സങ്കീർത്തനങ്ങൾ 34:5 നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, മാറത്തടിച്ച് നിലവിളിക്കേണ്ടി വരും. സുവിശേഷത്തെ നിരാകരിച്ചവരും ഇന്നും ക്രൂശിതനെ കുത്തി മുറിവേൽപ്പിക്കുന്നവരും അന്നത്തെ മഹത്വത്തോടെ എഴുന്നള്ളുമ്പോൾ മാറത്തടിച്ച് വിലപിക്കുന്ന കാഴ്ച, അത് വരാതിരിക്കാൻ നമുക്കൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഇപ്പോൾ തന്നെ പരിശുദ്ധൻ നമുക്ക് ജീവിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരമാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്. ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെ അക്കവും അവസാനത്തെ അക്കവുമാണ് ഞാൻ ആൽഫയും ഒമേഗയുമാണെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യവും അന്തവുമാണ്, ഞാൻ തുടക്കവും ഒടുക്കവുമാണ് എന്ന് വെച്ചാൽ മനുഷ്യ ചരിത്രത്തിലെ, അല്ലെങ്കിൽ എൻ്റെ കാർമൽ സിസ്റ്ററുടെ, എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിത ചരിത്രത്തിൻ്റെ തുടക്കവും ഒടുക്കവും അവന് മാത്രമേ അറിയൂ. അവനാണ് നിയന്ത്രിക്കുന്നത്. നമ്മൾ സ്വന്തം ഇഷ്ടത്താലെ പോകുന്നത് വേറെ, പക്ഷെ നിയന്ത്രണം പരമാധികാരി, ഒടുക്കവും ആരംഭവും ഒടുക്കം അവസാനവും അറിയുന്നവൻ നിന്റെ ചരിത്രം. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. നമ്മെ അറിയുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്, യേശു ക്രിസ്തു. അത് വലിയൊരു ഉൾക്കാഴ്ചയാണ് നമുക്കിവിടെ കിട്ടുന്നത് പ്രിയപ്പെട്ടവരെ. അടുത്ത വചനത്തിൽ 7-ാം വചനത്തിൽ നമ്മൾ കാണുന്നത് കർത്തൃദിനത്തിൽ ഞായറാഴ്ച, അത് വീണ്ടും സിസ്റ്റർ ഒന്നും കൂടി പറയണം, അപ്പസ്തോലിക കാലഘട്ടം മുതൽ നമ്മൾ ദൈവ ആരാധനയ്ക്കായിട്ട് ഞായറാഴ്ച മാറ്റിവെക്കണം. ബാക്കി തിങ്കൾ മുതൽ ശനി വരെ ജോലി ചെയ്ത് ഞായറാഴ്ച മദ്യം കഴിച്ച് മുക്കിലെ ഒതുങ്ങിക്കൂടാനുള്ളതല്ല. ഒരിക്കൽ സിസ്റ്റർ ഒരു വീട്ടിലെ മാതാവിനെ കൂടി ചെല്ലുമ്പോൾ കുടിച്ച് മത്തു പിടിച്ചിട്ട് സിസ്റ്റർ കാണാണ്ടിരിക്കാൻ അടുക്കളയുടെ ഭാഗത്ത് പോയി കിടക്കുന്നു.
അടുക്കളയുടെ ഭാഗത്ത് ചുരുണ്ടിയിട്ട് കിടക്കുക. നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ഞായറാഴ്ച ഭാര്യയും മക്കളും എല്ലാവരും കൂടി വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ബൈബിൾ വായിച്ച് ഒരുമിച്ച് ജപമാല ചൊല്ലി ഞായറാഴ്ച കഴിക്കേണ്ടതിന് പകരം മദ്യം, സിനിമ, സീരിയല്, ഡ്രാമ, അങ്ങനെ ഒരു വിഭാഗക്കാര് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും അത് സിസ്റ്റർ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. ഇനി സഭയുടെ പ്രത്യാശയും ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം, പ്രത്യാശ, അതായത് ലൗകിക ശക്തികൾ എത്ര ഭീഷണി മുഴക്കിയാലും ലൗകിക ശക്തി, അതാണ് അവിടെ പറയുന്നുണ്ട്, ലൗകിക 10-ാം തിരുവചനം, ലൗകിക ശക്തികൾ എത്ര ഭീഷണി മുഴക്കിയാലും, നിങ്ങൾ ഓർക്കുക, അതിനുവേണ്ടി നമ്മൾ സമയം കളയണ്ട. ലൗകിക ശക്തികൾ എത്ര ഭീഷണി മുഴക്കിയാലും ഈ പ്രപഞ്ചത്തിൻ്റെ പരമാധികാരിയും ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവും പരിപൂർണ നിയന്ത്രണം കയ്യിൽ പിടിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു, മരണത്തിനകത്ത് വിജയം വരിച്ച യേശു ക്രിസ്തു ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതാണ് നമ്മൾ പിന്നീടുള്ള വചനത്തിൽ നമ്മൾ കാണുന്നത്. മനുഷ്യപുത്രന്റെ ദർശനം, അതാണ് നമ്മൾ പിന്നീട് കണ്ടത്. പീഡകൾ സഹിക്കുന്ന സഭയെ അതിൽ ക്ഷമാപൂർവ്വം സഹിച്ചു നിൽക്കണം എന്നെല്ലാം നമ്മൾ 9-10 തിരുവചനത്തിൽ നമ്മൾ പറയുന്നു. അങ്ങനെ പാത്മോസ് ദ്വീപിലേക്ക് 10-ാം തിരുവചനം നമുക്ക് കാണാം. യോഹന്നാനെ പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തുകയാണ്. ഈ പാത്മോസ് ദ്വീപിന്റെ പ്രത്യേകത സൃഷ്ടി എപ്പിസോഡിൽ പറയാം. അതുപോലെ തന്നെ എന്തിനു വേണ്ടി യോഹന്നാനെ 95 വയസ്സായ വൃദ്ധനായ യേശുവിൻ്റെ അരുമ ശിഷ്യനായ യോഹന്നാനെ എന്തുകൊണ്ട് നാട് കടത്തി? ദൈവവചനം പ്രഘോഷിച്ചു, ദൈവവചനത്തിന് സാക്ഷി നൽകി, താൻ കണ്ട യേശു ക്രിസ്തുവിനെ സാക്ഷി നൽകുകയും പ്രഘോഷിക്കുകയും ചെയ്തു. 3 കാര്യങ്ങളാണ് നാട് കടത്തപ്പെട്ടത്, തടവിലാക്കപ്പെട്ടത്. എന്ന് വെച്ചാൽ കരിങ്കൽ കടലും ഈജിയൻ കടലും മെഡിറ്ററേനിയൻ കടലും, ഈ 3 കടലുകൾ യോജിക്കുന്ന പാറക്കെട്ടുകളിലാണ് യോഹന്നാൻ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഭക്ഷണമില്ല, കുടിവെള്ളമില്ല, ഭക്ഷണത്തിന് ബ്രെഡ് മേടിക്കാൻ ഷോപ്പിങ്ങിന് ഷോപ്പൊന്നുമില്ല. എന്തെങ്കിലും ഉൾപ്രേരണകൾ കിട്ടിയാൽ എഴുതാം, ലേഖനങ്ങൾ എഴുതിയ സമയമാണ്, കിട്ടിയാൽ എഴുതാം എന്നുള്ള എഴുത്ത് കോലുകൾ മാത്രമാണ് തൻ്റെ സഞ്ചിയിലുള്ളത്. പിന്നെ ആരോട് സംസാരിക്കാനില്ല. അപ്പം പിന്നെ യേശുവിനോട് മാത്രം സംസാരിക്കാം. വന്യമൃഗ ജീവികളുടെ ഭീകര അന്തരീക്ഷമാണ് അവിടെ. മുൻപും യോഹന്നാന് മുൻപും തടവിൽ പാർത്തിരുന്ന പലരും അവിടെ ചീഞ്ഞ് അവരുടെയൊക്കെ അസ്ഥികൂടങ്ങൾ കിടക്കുന്ന ഭയാനകമായ കാഴ്ച. കടൽ ജീവികൾ, ക്രൂരമായ കടൽ ജീവികളാണ്. കയ്യിൽ കിട്ടിയാൽ തിന്നാൻ വിധത്തിലെ ക്രൂരമായ കടൽ ജീവികൾ. ചിലപ്പോൾ കരയിൽ വന്ന് കിടക്കും, ചിലപ്പോൾ വെള്ളത്തിലും ആയിരിക്കും. അങ്ങനെയുള്ള വന്യജീവികളുടെ ക്രൂരമായ ആക്രമണം. അതുപോലെ 3 കടൽ ഒരുമിക്കുന്നത് കൊണ്ട് തിരമാലകളുടെ അലർച്ച, ഗർജനം എന്ന് പറയാം. പേടിപ്പെടുത്തുന്ന ഭയാനകമായ ഈ അന്തരീക്ഷത്തിൽ ആത്മീയ അനുഭൂതിയിൽ യോഹന്നാൻ പാത്മോസ് ദ്വീപിൽ ലയിച്ചിരിക്കെയാണ് യേശു ക്രിസ്തുവിൻ്റെ ദർശനം, സ്വരം, എഴുതുക എന്നൊക്കെ, ഭയപ്പെടേണ്ട എന്നെല്ലാം പറയുന്നത്. ഇനി അടുത്ത 10-ാം തിരുവചനം തൊട്ട് നമുക്ക്, അതുകൊണ്ടാണ് യോഹന്നാൻ ലഭിച്ച വെളിപാട് സാത്താൻ ആരെ കൊണ്ട് വായിപ്പിക്കില്ല പ്രിയപ്പെട്ടവരെ, ആരെ കൊണ്ട് വായിപ്പിക്കില്ല. കാരണം ഇത് ഭയപ്പാടിൻ്റെ ഒരു പുസ്തകമാണെന്ന് അവൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മൃഗങ്ങൾ, സർപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഒരുപാട് ഭയപ്പെടുത്തുന്ന മുദ്ര പൊട്ടിക്കുമ്പോൾ ഭയം വരുന്നു, അങ്ങനെയൊക്കെ. പക്ഷേ നമ്മൾ ഒരു വരികളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാം ഇത് പ്രത്യാശയുടെയും ഇത് വിജയത്തിൻ്റെയും തിന്മയുടെ ശക്തികളുടെ മേൽ എങ്ങനെ വിജയം വരിക്കാമെന്നുള്ള, അതുപോലെ നമ്മുടെ ജീവിതത്തിലെ തിരുത്തലുകൾ, നിനക്കുണ്ടായിരുന്ന നന്മകൾ, ഇനി ഇതൊക്കെ തിരുത്തിയാൽ നിനക്ക് ഞാൻ വെള്ളക്കല്ല് തരും, കിരീടം തരും, നിന്റെ നാമം വെള്ളക്കല്ലിൽ കൊത്തിവെക്കും, വിജയ കിരീടം തന്നെ ഞാൻ ചൂടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ എല്ലാമാണ് ഈ വെളിപാടിൽ. ഓരോ ദിവസവും രാത്രി 8 മണിക്ക് എല്ലാവരും കാത്തിരിക്കുക. ഇന്ന് എപ്പിസോഡ് 3 നിങ്ങൾ കേട്ട് വീണ്ടും വീണ്ടും കേട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ച് എല്ലാ മക്കൾക്കും ഷെയർ ചെയ്യുക. കാർമൽ റൂഹ മിനിസ്ട്രി എന്നാണ് സിസ്റ്ററുടെ യൂട്യൂബ് ചാനൽ. 9 വർഷമായി സിസ്റ്റർ ഈ ചാനല് കൊണ്ടു നടക്കുന്നു. പരിശുദ്ധ അമ്മയെ കൊണ്ട് നടന്നു തുടങ്ങിയിട്ടും 10 വർഷമായി.
കാർമൽ റൂഹ മിനിസ്ട്രി ശുശ്രൂഷകൾ തുടങ്ങിയിട്ട് ജീവിതം അതിനുവേണ്ടി മാത്രം മാറ്റി വെച്ചിട്ട് 10 വർഷം ഇതാ തികയുകയാണ്. 10ാം വർഷത്തിലാണ് നിൽക്കുന്നത്. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാനിൽ ലഭിച്ച ആ സ്നേഹത്തിൻ്റെ കാവ്യം നമ്മുടെ ജീവിതവും സ്നേഹകാവ്യമായി മാറട്ടെ. ഈശോയോടുള്ള ലഹരിയായി മാറട്ടെ. ആമേൻ.